വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷനായ ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് പറയാം. അപ്പോൾ 2010 ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പേർട്ട് പാനലിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത് മാധവ് ഗാഡ്ഗിലായിരുന്നു. അദ്ദേഹം ഓഗസ്റ്റ് 31, 2011 ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കമ്മീഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഘട്ടിനെ 3 പ്രധാനപ്പെട്ട ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോൺ ആയിട്ട് തരംതിരിച്ചു. ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോൺ 1, സോൺ 2, സോൺ 3. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഏകദേശം 13 ലക്ഷത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയാണ് പശ്ചിമഘട്ടത്തിൽ. അത്രയും ഏരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം. അവിടെ മനുഷ്യൻ്റെ ഇടപെടലുകളോ മറ്റ് അനിയന്ത്രിതമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ പാടില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് ശേഷം നിരവധി ക്രിറ്റിസിസമൊക്കെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ കരുതും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതിയാകും. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. അപ്പോൾ ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണിത്. അപ്പോൾ അദ്ദേഹം ഈ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു. അദ്ദേഹം പറയുന്നത് കറക്റ്റ് അല്ലെന്നും ഉള്ള തരത്തിൽ. പക്ഷേ പിന്നീടുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ളവയായിരുന്നു. അപ്പോൾ അദ്ദേഹം പരിഹസിച്ച് ഇന്ന് അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം പശ്ചിമഘട്ട നിരകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം വന്ന ഒരു പഠന റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്. ISRO മുൻ ചെയർമാനായിരുന്ന ഡോക്ടർ കസ്തൂരി രംഗനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ന്യൂക്ലിയർ സയൻസിൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സയൻറ്റിഫിക് അഡ്വൈസറിയിലെ അംഗമായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഇക്കോളജിക്കൽ എക്സ്പേർട്ട് പാനലിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഗവൺമെൻറ്റ്സിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ അവിടെ നടപ്പിലാക്കാൻ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞത് ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോണിൽ മറ്റ് ക്യാഷ് ക്രോപ്പ് പ്ലാന്റേഷൻസൊക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഏകദേശം 37% സ്ഥലത്തെ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോണായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ 2 റിപ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇപ്പോൾ കസ്തൂരി രംഗൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 37%, അപ്രോക്സിമേറ്റ്ലി 37% വെസ്റ്റേൺ ഘട്ടിനെ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് കണക്കാക്കിയാൽ മതിയാകും. അതുപോലെ തന്നെ പലതരത്തിലുള്ള ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻ പ്രോജക്റ്റും ഒക്കെ 20,000 സ്ക്വയർ മീറ്ററിന് താഴോട്ട് നമുക്ക് ചെയ്യാമെന്നും ടൗൺഷിപ്പും ഏരിയ ഡെവലപ്മെൻറ്റും പ്രോജക്റ്റും ഒക്കെ ഈ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ അലൗഡ് ചെയ്യാം എന്നുള്ള തരത്തിലായിരുന്നു. അതുപോലെ മൈനിങ്ങും ക്വാറിയിങ്ങും സാൻഡ് മൈനിങ്ങും തെർമൽ പവർ പ്ലാന്റുകളൊക്കെ ഈ ഇക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ഏരിയയിൽ റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നും അതൊക്കെ അവിടെ ബാൻ ചെയ്യണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ ഹൈഡ്രോ പവർ ഹാസ് ബീൻ റെക്കമെൻഡഡ് ടു ദ അലൗഡ് ഇൻ ദ ESA സബ്ജക്റ്റ് ടു സ്ട്രിങ്റ്റൻ കണ്ടീഷൻ. അപ്പോൾ വളരെ നിർബന്ധിതമായ മുൻകരുതലോടുകൂടി ഇങ്ങനെ ഉള്ള ഇക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ ഹൈഡ്രോ പവർ പ്രോജക്റ്റൊക്കെ നടപ്പിലാക്കാമെന്നും
അതുപോലെ തന്നെ വിൻഡ് എനർജിയെ പെർമിറ്റ് ചെയ്യാം എന്നൊക്കെയായിരുന്നു കുറേ റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ അവിടെ നടപ്പിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. പക്ഷേ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം വെസ്റ്റേൺ ഘട്ട് റീജിയനെ അദ്ദേഹം 3 സോണുകളായിട്ട് തരംതിരിക്കുകയും അവിടെ ഈക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി സോൺ 1-ൽ ഒരു തരത്തിലുള്ള പ്രൈവറ്റ് ഫോറസ്റ്റ് ലാൻഡ്, നോൺ ഫോറസ്റ്റ് പർപ്പസുകൾ, അഗ്രികൾച്ചർ ആക്ടിവിറ്റി മറ്റുള്ള ഒന്നും നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു. സോൺ 2-ൽ റിനോവേഷൻസ് ഒക്കെ ഇപ്പം നിലവിൽ ഉള്ള സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് റിനോവേഷൻസ് മാത്രം ചെയ്യുക, പുതിയതായി മറ്റുള്ള ഒരു മാറ്റവും അവിടുത്തെ ഇക്കോളജിയിൽ വരുത്താൻ പാടില്ല. അപ്പോൾ സോൺ 1-ഉം 2-ഉം ഓർഗാനിക് ഫാമിങ്ങും പെസ്റ്റിസൈഡുകളുടെ അമിത ഉപയോഗവും ഒക്കെ കുറേ കാലത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളതായിരുന്നു. കൂടാതെ തന്നെ ഗ്രാമസഭകളെ വിളിച്ചുകൂട്ടി ഈ പ്രോജക്റ്റിനെതിരായിട്ട് ഹൈഡ്രൽ പ്രോജക്റ്റുകൾക്കെതിരായിട്ട് തെർമൽ പ്രോജക്റ്റ്, മൈനിങ്, ക്വാറിങ് ഒക്കെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. ഇതാണ് 2 റിപ്പോർട്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ബയോ ഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്ട്രാറ്റജിയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ കൺസർവേഷൻ സ്ട്രാറ്റജി നാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 നിലവിൽ വന്നു. അപ്പോൾ അതിനകത്ത് കുറേ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റൂൾസ് പറയുന്നുണ്ട് 2004. അപ്പോൾ ഈ റൂൾസ് ചാപ്റ്റർ 6-ലെ സെക്ഷൻ 22 മുതൽ 25 വരെ ആക്ടിലാണ്. ഈ ആക്ടിൻ്റെ ബലത്തിലാണ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രൂപീകരിക്കപ്പെടുന്നത്. ദിസ് ആക്ട് ആൻഡ് റൂൾസ് പ്രൊവൈഡ് ഗൈഡൻസ് ടു യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഈ ആക്ടിൽ കൃത്യമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് യൂണിയനൊക്കെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും നിയമാവലികളൊക്കെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപ്രകാരം സ്റ്റേറ്റ് ലെവലിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്ട്രാറ്റജികൾ ആരംഭിക്കുകയും 2005-ലാണ് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചത്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി റൂൾ പറയുന്നത് അവർ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുക. സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ദ ബയോഡൈവേഴ്സിറ്റി റിസോഴ്സസുകളെ വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഉപയോഗിക്കുക. ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ദ ബെനിഫിറ്റ്സ് ഡെറൈവ്ഡ് ഫ്രം ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകളെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിനെ കുറിച്ച് ചോദിച്ചാൽ ഈ ആൻസർ നമുക്ക് എഴുതാം. അടുത്ത ചോദ്യമാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. Genetically modified organism is an organism whose genetic material has been altered using genetic engineering technique. ഇപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനെയാണ്, അങ്ങനെ മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ ആ ജീവിയെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നാണ് പറയപ്പെടുന്നത്. ഓർഗാനിസംസ് ദാറ്റ് ഹാവ് ബീൻ ജനറ്റിക്കലി മോഡിഫൈഡ് ഇൻക്ലൂഡ്. അപ്പോൾ ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫിക്കേഷന് വരുത്താൻ കഴിയുന്ന ജീവികളിൽ സൂക്ഷ്മജീവികളും ആയ ബാക്ടീരിയകൾ, ഈസ്റ്റ്, പിന്നെ പ്ലാന്റ്സ്, ഫിഷ്, മാമൽസിനൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. സാധാരണ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സുകളൊക്കെ പ്ലാന്റ്സിൽ നമ്മൾ ജനറ്റിക് മോഡിഫിക്കേഷൻ കിട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഫലമായിട്ട് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ ഇത് വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്നതാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫുഡ് ഐറ്റംസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സൈക്ലോൺസ്. സൈക്ലോൺസ് ആർ ഹ്യൂജ് റിവോൾവിംഗ് സ്റ്റോംസ് കോസ്ഡ് ബൈ വിൻഡ് ബ്ലോയിങ് അറൗണ്ട് എ സെൻട്രൽ ഏരിയ ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ കുറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളിലെ സെൻട്രൽ ഏരിയയിൽ ഉണ്ടാകുന്ന വലിയ സ്റ്റോമുകളെയാണ് നമ്മൾ സൈക്ലോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിൻഡ് ബ്ലോസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ NH ആൻഡ് ക്ലോക്ക് വൈസ് ഈസ് ഇൻ ദ SH. അപ്പോൾ നോർത്തേൺ റീജിയൻസിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും സദേൺ റീജിയൻസിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടുമാണ് വിൻഡ് ബ്ലോ ചെയ്യുന്നത്. സാധാരണയായിട്ട് ഉള്ള സൈക്ലോണുകളാണ് ടൈഫൂൺ, ഹരിക്കെയിൻ, സൈക്ലോൺ, വില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ടൈഫൂൺ എന്ന് പറയുന്നത് അതൊരു പസഫിക് ഓഷ്യനിൽ ഫോം ചെയ്യുന്നതാണ്. ഹരിക്കെയിൻ എന്ന് പറയുമ്പോൾ അത് അറ്റ്ലാന്റിക് ഓഷ്യൻസിൽ, സൈക്ലോൺ എന്ന് പറയുമ്പോൾ സാധാരണ സദേൺ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻസിലും കാണപ്പെടുന്നവയാണ്. വില്ലി ഇൻ ഓസ്ട്രേലിയയിൽ ഒക്കെയാണ്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിസാസ്റ്റർ.
ഇപ്പോൾ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് നോക്കാം. എ ഡിസാസ്റ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എനി ഒക്കറൻസ് ദാറ്റ് കോസ് ഡാമേജ്, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. ഇനി അമേരിക്കൻ റെഡ് ക്രോസിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ എ ഡിസാസ്റ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് an occurrence either nature or man-made that causes human suffering and creates human needs that victims cannot alleviate without assistance. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒക്കറൻസ് ആണ്, അതൊരു ഡാമേജ് ഉണ്ടാക്കുകയാണ്. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ആവാം, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതാവാം, ഹെൽത്തിനും ആരോഗ്യ സംവിധാനങ്ങളും ഒക്കെ ലാർജ് സ്കെയിലിൽ നാശം വരുന്നതാവാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിസാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ സാധാരണ നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ഔട്ട്സൈഡിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നു. ഇനി അമേരിക്കൻ റെഡ് ക്രോസിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് നാച്ചുറോ മാൻമെയ്ഡോ കോസസ് കൊണ്ടാവാം മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാധാരണ ടൈപ്സ് ഓഫ് ഡിസാസ്റ്ററും കൂടെ നമ്മൾ 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. നാച്ചുറൽ ഡിസാസ്റ്ററും മാൻമെയ്ഡ് ഡിസാസ്റ്ററും ഉണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലാണെങ്കിൽ അത് മെറ്റീരിയോളജിക്കലാവാം, ടോപ്പോഗ്രഫിക്കലാവാം, എൻവയോൺമെൻറ്റലാവാം. മാൻമെയ്ഡ് ആണെങ്കിൽ ടെക്നോളജിക്കൽ, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് ആവാം, സെക്യൂരിറ്റി റിലേറ്റഡ് ഒക്കെ ആവാം. അപ്പോൾ നമുക്കറിയാം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിന് ഭോപ്പാൽ ട്രാജഡി അങ്ങനെയൊക്കെ ഉള്ള നിരവധി ട്രാജഡീസൊക്കെ നമുക്ക് ഈ ഡിസാസ്റ്ററിൽ എക്സാമ്പിളായിട്ട് പറയാം. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് അടുത്ത ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ അതിനെ മാനേജ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുമ്പോ അതിനെ മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എ സീരിയസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി or a society involving widespread human, material, economic or environmental loss and impacts which exceeds the ability of the affected community or society to cope using its own resources. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ നാച്ചുറലി ഉള്ള ഡിസാസ്റ്ററെ, ഈ ഒരു ഡിസാസ്റ്ററിൽ നിന്ന് മനുഷ്യൻ്റെ ആ പ്രകൃതിക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ആ ഇമ്പാക്റ്റിൽ നിന്നൊക്കെ നമ്മുടെ ഇതായിട്ടുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട്, റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ ഓവർകം ചെയ്യുന്നതിനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമുക്കറിയാം സുനാമി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മുന്നേ നമ്മുടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത ഡിറ്റക്ടേഴ്സ് വെച്ച് നമുക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വെച്ച് നമ്മൾ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സുരക്ഷ ഒരുക്കുക, ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനകത്ത് പറയാൻ കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹസാർഡ്. ഹസാർഡ് എന്ന് വെച്ചാൽ ഹസാർഡ് ഈസ് എ സിറ്റുവേഷൻ ദാറ്റ് പോസസ് എ ലെവൽ ഓഫ് ത്രെറ്റ് ടു ലൈഫ്, ഹെൽത്ത്, പ്രോപ്പർട്ടി ഓർ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതൊരു സിറ്റുവേഷനാണ്, ലൈഫ്, ജീവിതത്തിനും ആരോഗ്യത്തിനോ വസ്തുവിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവിനെയാണ് നമ്മൾ ഹസാർഡ് എന്ന് പറയുന്നത്. ഇനി സാധാരണ ഹസാർഡ്സ് ഉണ്ടാകുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ, മെക്കാനിക്കൽ, ഫിസിക്കൽ, ഇലക്ട്രിക്കൽ, ഫയർ ആൻഡ് ഡസ്റ്റ് ഹസാർഡ്സ് എന്നിങ്ങനെ 6 നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇനി ഒരു ഹസാർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു, ദെൻ റെക്കമെൻഡഡ് ആക്ഷൻസ്, നമുക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാമെന്നുള്ള ആക്ഷൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു, ആക്ട് ടു അഡ്രസ് ഹസാർഡ്സ്, എന്നിട്ട് ആ ഹസാർഡിനെ നമ്മൾ നേരിടുന്നു, റീവാലിഡേറ്റ് പ്രോസസ്സ്, നമ്മൾ ചെയ്ത പ്രോസസ്സ്, നമ്മളെടുത്ത മുൻകരുതലുകൾ അല്ലെങ്കിൽ നമ്മളെടുത്ത ആക്ഷൻസ് കറക്റ്റാണോ എന്ന് നമ്മൾ റീവാലിഡേറ്റ് ചെയ്യുന്നു. ഇതാണ് ഹസാർഡ്സിലെ ആ ഒരു പ്രോസസ്സ് വരുന്നത്. ഇനി നെക്സ്റ്റാണ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി മീൻസ് എക്സ്പോഷർ പ്ലസ് റെസിസ്റ്റൻസ് പ്ലസ് റെസിലിയൻസിനെയാണ് നമ്മൾ വൾണറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ മീൻസ് അറ്റ് റിസ്ക് പ്രോപ്പർട്ടി ആൻഡ് പോപ്പുലേഷൻ, ജനങ്ങൾക്കും വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ഒരു റിസ്ക്കാണ്, ഒരു ടെൻഷനാണ് എക്സ്പോഷർ. റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മെഷേഴ്സ് ടേക്കൺ ടു പ്രിവെൻറ്റ്, അവോയ്ഡ് ഓർ റെഡ്യൂസ് ലോസ്. നമുക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹസാർഡോ റിസ്ക്കോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഡിസാസ്റ്ററൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അതിനെ കുറയ്ക്കാൻ, അതിനെ അവോയ്ഡ് ചെയ്യാനൊക്കെ എടുക്കുന്ന മെഷർമെൻറ്റ്സ് ആണ് റെസിസ്റ്റൻസ്. ആൻഡ് റെസിലിയൻസ് ഈസ് ദ എബിലിറ്റി ടു റിക്കവർ പ്രിയർ സ്റ്റേറ്റ് ഓർ അച്ചീവ് ഡിസൈർഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേറ്റ്.
നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു അതിനെ ഓവർകം ചെയ്യാനുള്ള ആ കഴിവുകളെയാണ് നമ്മൾ റെസിലിയൻസ് എന്നുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഡിസാസ്റ്ററിനെ ഓവർകം ചെയ്തു കഴിഞ്ഞു, ഇതിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹസാർഡിന് നമ്മൾ വിധേയമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററിന് നമ്മൾ വിധേയമാവുകയാണെങ്കിൽ അതിനെ നമുക്ക് വിലയിരുത്താം, ഹൈ ആണോ അത് ലോ ആണോ. ഇനി ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ ലോ ആണെങ്കിൽ അതിൽ തന്നെ അത് വെരി ലോ ആണോ എന്ന് അതിൻ്റെ വൾണറബിലിറ്റിയെ, തീവ്രതയെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഇനി ഹൈ ഹസാർഡിലാണ് നമ്മൾ വരുന്നെങ്കിൽ അത് ലോ ആണോ വെരി ഹൈ ആണോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ വൾണറബിലിറ്റി നിശ്ചയിക്കാനുള്ളത് 2 തരത്തിലാണ്. വൾണറബിലിറ്റി ഹൈ ആണോ ലോ ആണോ എന്ന് നമുക്ക് നിശ്ചയിക്കാം. അപ്പോൾ ഇതാണ് വൾണറബിലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എനി 2 ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ്. അപ്പം നമുക്ക് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് നിരവധി ഉണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ചിപ്കോ മൂവ്മെൻറ്റ് എഴുതാം. അതുപോലെയുള്ള നിരവധി മൂവ്മെൻറ്റ്സുകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ അതൊരു എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള നിരവധി പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂവ്മെൻറ്റ്സുകളെല്ലാം നമുക്ക് എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. പിന്നെ നെക്സ്റ്റാണ് ഫീച്ചേഴ്സ് ഓഫ് മാധവ് ഗാഡ്ഗിൽ ആൻഡ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അപ്പോൾ അത് നമ്മൾ 2ൻ്റെയും ഡിഫറൻസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കവിടെ പറയാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് റാംസാർ സൈറ്റ്സ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ആൻറ്റി റിക്ലമേഷൻ ആൻഡ് വെറ്റ്ലാൻഡ് റിക്ലമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ്. എക്സ്പ്ലെയിൻ ആന്ത്രപ്പോജനിക് ഇമ്പാക്ട്സ് ഓൺ ഇക്കോസിസ്റ്റം. Short note on mining activities. Describe features of monoclonal plantation. Relation between resilience and vulnerability. അപ്പോൾ ഇതിൽ ഏകദേശം കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പക്ഷേ അത് 2 മാർക്സിലാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ പോയിൻറ്റ്സ് അതിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട് 4 മാർക്കും ഇതിൽ ബാലൻസ് പറയാനുള്ള ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.